നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് 23,513 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. സംസ്ഥാനത്ത് അടച്ചുപൂട്ടൽ ഫലം കണ്ടു. തുടർച്ചയായി കുറഞ്ഞുവരുന്ന പ്രതിദിന രോഗികൾ. മരണസംഖ്യ ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 23,513 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.59%. മലപ്പുറത്തും DPR വൻതോതിൽ കുറഞ്ഞു. 3,990 പേർക്ക് രോഗം. DPR 12.34%. 4,289 പേർക്ക് രോഗമുക്തി. ലോക്ക്ഡൌൺ പിൻവലിക്കാൻ സമയമായില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ജൂൺ 9 വരെ നീട്ടി. DPR ഇനിയും കുറഞ്ഞാൽ മാത്രമേ അൺലോക്ക് ചെയ്യാനാകൂവെന്ന് മുഖ്യമന്ത്രി. ചില മേഖലകൾക്ക് ഇളവ് നൽകിയേക്കും. മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കി. ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ മാറ്റമില്ല. തിരൂരിലെ കോവിഡ് ബാധിതരുടെ ഡയാലിസിസ് പ്രതിസന്ധി തീരുന്നു. രോഗികൾക്കും തിരൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ സൗകര്യമൊരുക്കി MLAയും ആശുപത്രി അധികൃതരും. തിരൂർ ക്യാൻസർ സെന്ററിന്റെ പ്രവൃത്തി വേഗത്തിലാക്കുന്ന കാര്യം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും കുർക്കോളി മൊയ്തീൻ MLA. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടപാടുകൾ മുഴുവൻ UAE കേന്ദ്രീകരിച്ച ജില്ലയിൽ പിടിയിലായത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ 3 പ്രധാന കണ്ണികൾ. ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വീട് പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. താനൂർ കള്ളിപ്പടിക്ക് കിഴക്കുവശത്താണ് സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഫലം കണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർച്ചയായി രോഗികളുടെ എണ്ണം കുറയുന്നത് ഇതിന്റെ സൂചനയാണ്. ഇന്ന് 23,513 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 1,41,759 പരിശോധനകളാണ് നടന്നത്. മരണപ്പെട്ടത് 198 പേരാണ്. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 2,33,034 പേരാണ്. ഇന്ന് 28,100 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 23,513 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ 3,990, തിരുവനന്തപുരം 2,767, പാലക്കാട് 2,682, എറണാകുളം 2,606, കൊല്ലം 2,177, ആലപ്പുഴ 1,984, തൃശൂർ 1,707, കോഴിക്കോട് 1,354, കോട്ടയം 1,167, കണ്ണൂർ 984, പത്തനംതിട്ട 683, ഇടുക്കി 662, കാസർഗോഡ് 506, വയനാട് 244 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,41,759 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.59%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 198 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 8,455 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 139 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 22,016 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,272 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 86 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 28,100 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 8,35,866 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും നിലവിലില്ല. നിലവിലാകെ 879 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. മലപ്പുറത്ത് രോഗവ്യാപന തോത് വൻതോതിൽ കുറഞ്ഞു. 3,990 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.34%-ലെത്തിച്ചു. സമ്പർക്കത്തിലൂടെ 3,838 പേർ രോഗികളായി. 4,289 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 818 ആയി. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന കോവിഡ് പ്രതിരോധ നടപടികൾ വിജയത്തിലേക്കാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും കുറഞ്ഞ 12.34%-ലെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 13.3% വെള്ളിയാഴ്ചയിലെ നിരക്ക്. ഇന്ന് 3,990 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗബാധിതരിൽ 3,838 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. 109 പേർക്ക് വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിലെത്തിയ 6 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 37 പേർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് രോഗമുക്തരായ 4,289 പേർ ഉൾപ്പെടെ ജില്ലയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 2,41,252 ആയി. 64,040 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 45,039 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 818 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്.
സംസ്ഥാനത്ത് ലോക്ഡൌൺ അടുത്ത മാസം 9 വരെ നീട്ടി. ചില മേഖലകൾക്ക് ഇളവുകളോടെ പ്രവർത്തനാനുമതി നൽകിക്കൊണ്ടാണ് ലോക്ഡൌൺ നീട്ടിയത്. ചെറുകിട വ്യവസായങ്ങൾക്കും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം മദ്യശാലകൾ ഉടൻ തുറക്കില്ല. സംസ്ഥാനത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനു ശേഷം രോഗവ്യാപനത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഒരാഴ്ച കൂടി അടച്ചിടൽ തുടർന്നാൽ കൂടുതൽ ആശ്വാസകരമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്ഡൌൺ നീട്ടാൻ തീരുമാനമായത്. ജൂൺ 9 വരെ ലോക്ഡൌൺ നീട്ടാനാണ് തീരുമാനം. എന്നാൽ ഇതുവരെയുള്ള ലോക്ഡൌണിൽ നിന്ന് വ്യത്യസ്തമായി ഏതാനും ചില മേഖലകൾക്ക് കൂടി ഇളവ് അനുവദിച്ചുകൊണ്ടാണ് ലോക്ഡൌൺ നീട്ടാനുള്ള തീരുമാനമുണ്ടായിട്ടുള്ളത്. ഇതനുസരിച്ച് ചെറുകിട വ്യവസായ മേഖലകൾ അടക്കമുള്ളവയ്ക്ക് നിയന്ത്രണങ്ങളോടുകൂടി പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. കയർ, കശുവണ്ടി വ്യവസായങ്ങൾക്ക് 50% ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കാമെന്ന് സർക്കാർ അറിയിച്ചു. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇളവ് അനുവദിച്ചേക്കും. ഘട്ടം ഘട്ടമായി കൂടുതൽ ഇളവുകൾ നൽകാനാണ് ധാരണ. വിവിധ വകുപ്പുകളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താകും ഇളവുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുക. പൊതുഗതാഗതം ഉണ്ടാകില്ല. മദ്യശാലകൾ അടഞ്ഞു തന്നെ കിടക്കും. സ്വർണം, തുണി, ചെരുപ്പ്, പുസ്തകങ്ങൾ, സ്പെയർ പാർട്സുകൾ എന്നിവ വിൽക്കുന്ന കടകൾ തുറക്കാൻ അനുമതി നൽകിയേക്കും. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് 50% ജീവനക്കാരോടെ പ്രവർത്തിക്കാം. അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കും അനുമതി ലഭിച്ചേക്കും. ആഴ്ചയിൽ 2-3 ദിവസമായിരിക്കും ഇളവ് ലഭിക്കുക. ബാങ്കുകൾക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ 5 മണി വരെ പ്രവർത്തിക്കാം. വിദഗ്ധ സമിതി അടക്കമുള്ളവർ നൽകിയ നിർദ്ദേശം പരിഗണിച്ചാണ് ഉന്നതതല യോഗത്തിന്റെ തീരുമാനം. ലോക്ഡൌൺ ആരംഭിച്ചതിനു ശേഷം കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16% കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് 10% താഴെ എത്തിക്കുന്നതിന് ലോക്ഡൌൺ തുടരണമെന്നാണ് കേന്ദ്രവും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് 10 ദിവസത്തേക്ക് കൂടി ലോക്ഡൌൺ നീട്ടാൻ തീരുമാനം. മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ ഒഴിവാക്കി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം ഞായറാഴ്ച കലക്ടർ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌണിന് മാറ്റമില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ ഒഴിവാക്കിയത്. അതേസമയം ഞായറാഴ്ച കലക്ടർ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌണിൽ മാറ്റമില്ല. കൂടാതെ ജൂൺ 9 വരെ സംസ്ഥാനത്ത് ലോക്ഡൌണും നീട്ടിയിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10%-ലെത്തും വരെ നിയന്ത്രണങ്ങൾ തുടരണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. നിലവിൽ കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16%. ലോക്ഡൌൺ നാളെ അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 10 ദിവസത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ ഇളവുകളോടെയാണ് ലോക്ഡൌൺ നീട്ടാൻ തീരുമാനിച്ചത്. ബാങ്കുകൾക്ക് 5 മണി വരെ പ്രവർത്തിക്കാം. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ 5 മണി വരെ പ്രവർത്തിക്കാനാണ് അനുമതി. സ്വർണം, തുണി, ചെരുപ്പ്, പുസ്തകങ്ങൾ, സ്പെയർ പാർട്സുകൾ എന്നീ വിൽക്കുന്ന കടകൾക്ക് തുറക്കാൻ അനുമതി നൽകിയേക്കും. തളരാതെ പുതിയ അധ്യയന വർഷാരംഭം ഓൺലൈനിൽ ഉത്സവമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കുട്ടിക്കൂട്ടം. വിദ്യാലയങ്ങൾ തുറക്കുന്നില്ലെങ്കിലും വീടുകളിൽ ഒരുക്കുന്ന ആഘോഷാന്തരീക്ഷത്തിൽ ഓൺലൈനായി ഒന്നിച്ച് വർണ്ണാഭമാക്കി തന്നെയാണ് പുതിയ അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എതിരേൽക്കുക. മലപ്പുറം, തിരൂർ, വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലകളിലെ പ്രൈമറി തലം മുതൽ ഹൈസ്കൂൾ വരെയുള്ള 1467 വിദ്യാലയങ്ങളിലും ജൂൺ 1 വെർച്വൽ പ്രവേശനോത്സവം നടക്കും. ഇതിനായി മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന വന മേഖലയിലും മറ്റു പ്രവർത്തിക്കുന്ന മൾട്ടിഗ്രേഡ് ലേണിംഗ് സിസ്റ്റത്തിലുമുള്ള 45ഓളം വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി ക്ലാസുകളിലും ഇതോടൊപ്പം തന്നെ പ്രവേശനോത്സവം നടക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. രാവിലെ 10 മണിക്ക് കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഇതിന് തുടർച്ചയായി 11 മണി മുതലാണ് വിദ്യാലയങ്ങളിലെ പ്രത്യേക പരിപാടികൾ നടക്കുക. വർണ്ണവസ്ത്രങ്ങൾ ധരിച്ച പാഠപുസ്തകങ്ങളുമായി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കൊപ്പം വീടുകളിൽ നിന്ന് ഓൺലൈനായി വെർച്വൽ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കും. ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവരും കുട്ടികൾക്കൊപ്പം ആഘോഷത്തിൽ പങ്കുചേരും. മുതിർന്ന വിദ്യാർത്ഥികൾ നവാഗതരെ സ്വീകരിക്കും. തുടർന്ന് കുട്ടികളും അധ്യാപകരും പരിചയപ്പെടും. മുതിർന്ന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വീടുകളിൽ രക്ഷിതാക്കൾക്കൊപ്പം മധുരം പങ്കിടലും അടക്കമുള്ള പരിപാടികൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ഓൺലൈൻ പഠനം എന്ന പോലെ ഇത്തവണ വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രവേശനവും ഓൺലൈനായി തന്നെയായിരുന്നു. കോവിഡ് കാലത്തെ ആരോഗ്യ ജാഗ്രത മുൻനിർത്തി ഓൺലൈനായി കുട്ടികളുടെ സ്കൂൾ പ്രവേശനം ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ പൊതുമേഖലാ സ്കൂളിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നു. കുട്ടിയുടെ വിവരങ്ങളും രേഖകളും അധ്യാപകർ ഓൺലൈനായി സ്വീകരിച്ചാണ് വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രവേശനം പൂർത്തിയാക്കിയത്. സ്കൂൾ മാറുന്ന വിദ്യാർത്ഥികളുടെ TC വിതരണവും ഇതേ രീതിയിൽ ഓൺലൈനായി പൂർത്തിയായി. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. തിരൂരിലെ കോവിഡ് ബാധിതരായ ഡയാലിസിസ് രോഗികൾക്ക് തിരൂരിൽ തന്നെ സൗകര്യം ഒരുങ്ങുന്നു. ആഴ്ചയിൽ 3 ദിവസം തിരൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ ഡയാലിസിസ് നടത്തും. തിരൂരിൽ ആരംഭിക്കുന്ന ക്യാൻസർ സെന്ററിന്റെ പ്രവൃത്തി വേഗത്തിലാക്കുന്ന കാര്യം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ MLA സന്ദർശനം നടത്തി. തിരൂർ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനുമായാണ് കുറുക്കോളി മൊയ്തീൻ MLA ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവരുമായി അവലോകന യോഗം നടത്തുകയും ചെയ്തു. ജില്ലയിൽ തന്നെ മികച്ച ഡയാലിസിസ് കേന്ദ്രമാണ് തിരൂർ ജില്ലാ ആശുപത്രി എന്ന് കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. അടുത്തിടെ കോവിഡ് രോഗികളെ ഡയാലിസിസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായത്. അതിനു പരിഹാരം കണ്ടതായും ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോവിഡ് രോഗികൾക്കായി ഡയാലിസിസ് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടറുമായും DMOയുമായും ആലോചിച്ച് ഞാനും സൂപ്രണ്ടും കൂടി ആലോചിച്ച്
ആലോചിച്ച് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളുമായൊക്കെ ആലോചിച്ച് ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. അങ്ങനെയാണ് 4 ദിവസം മുമ്പ് ഇവിടെ അതിനുള്ള തീരുമാനമുണ്ടാക്കി. അതനുസരിച്ച് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ഇവിടെ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഇവിടെ പ്രത്യേകമായി ഒരു സ്പെഷ്യൽ ഷിഫ്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചു. ഈ 3 ദിവസം അത് ഇവിടെയുള്ള രോഗികൾക്കാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത്. ആദ്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേറെ ആരെങ്കിലും വിളിക്കാൻ കഴിയുമോ കൊണ്ടുവരണോ എന്നുള്ളത് പിന്നീടാണ് ആലോചിക്കുക. ഡയാലിസിസ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മറ്റു വിവാദങ്ങൾ അനാവശ്യമാണെന്നും അതിൽ പ്രതികരിക്കാനില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. അതുമായി ബന്ധപ്പെട്ട് വേറെ ചില വിവാദങ്ങളുണ്ടായി. അത് അനാവശ്യമായ വിവാദങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമല്ലോ, ജനങ്ങൾക്കറിയാമല്ലോ. ഒരു 4 മണിക്ക് ഒരു ആവശ്യം ഉന്നയിക്കുകയും 6 മണിക്ക് അത് പരിഹരിക്കാവും ചെയ്യാവുന്ന ഒരു വിഷയമല്ല ഇത് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനെത്ര കണ്ട് അതിന് ആ വാക്കിന് സാധൂകരണമുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഈ സന്ദർഭത്തിൽ സമയം എനിക്കെടുത്തുന്നില്ല. തിരൂരിൽ ആരംഭിക്കുന്ന ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഭരണപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ആരോഗ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്യാൻസർ സെന്റർ ആശുപത്രി തുടങ്ങാൻ വേണ്ട സംവിധാനങ്ങൾക്ക് കെട്ടിടം പണി പൂർത്തിയായി വരികയാണ്. അതുകൊണ്ട് അവിടേക്ക് ആവശ്യമായ മറ്റു ഭരണപരമായ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നും അതേപോലെ തന്നെ അവിടേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ പോസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും ആരോഗ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്ത് വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വളരെ അനുകൂലമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി. തിങ്കളാഴ്ച സഭയിലെത്തുമ്പോൾ കാര്യത്തിൽ മറുപടി നൽകാമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. തിരൂരിൽ പണി പൂർത്തിയാക്കാത്ത പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യത്തോട് പൊതുമരാമത്ത് മന്ത്രി സന്തോഷത്തോടെയാണ് പ്രതികരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറെ നേരം ആശുപത്രിയിൽ ചെലവഴിച്ച ശേഷമാണ് MLA മടങ്ങിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുവിദ്യാലയങ്ങൾ തുറക്കാത്ത സാഹചര്യത്തിൽ ഈ അധ്യയന വർഷവും കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസുകൾ ഒരുങ്ങും. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം ലഭ്യമാകുന്നത് 6,91,411 കുട്ടികൾക്കാണ്. 4,736 കുട്ടികൾ പൊതു പഠന കേന്ദ്രങ്ങൾ ഒരുങ്ങും. ജില്ലയിൽ 6,81,108 കുട്ടികൾ ഓൺലൈൻ ക്ലാസുകൾ വീക്ഷിക്കുന്നതിനായി വീടുകളിൽ തന്നെ സൗകര്യമുള്ളവരാണ്. ക്ലാസുകൾ കാണുന്നതിന് ടെലിവിഷൻ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങി സൗകര്യമില്ലാത്ത 4,736 കുട്ടികൾക്കായി പൊതുപഠന കേന്ദ്രങ്ങളും ഒരുക്കും. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വീടുകളിൽ സൗകര്യമില്ലാത്തവർക്കായി 63 പൊതുപഠന കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും പൊതു പഠന കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തും. വീടുകളിൽ സൗകര്യമില്ലാതെയും പൊതു പഠന കേന്ദ്രത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തവരുമായ 5,567 കുട്ടികൾക്ക് ആവശ്യമായ ബദൽ സംവിധാനങ്ങൾ ഒരുക്കും. കോവിഡിന്റെ സാഹചര്യത്തിൽ പ്രവേശനോത്സവം അടക്കമുള്ള കാര്യങ്ങൾ ഓൺലൈനായാണ് സംഘടിപ്പിക്കുന്നത്. അഡ്മിഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയവയ്ക്കെല്ലാം ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയത് രക്ഷിതാക്കൾക്ക് കൂടുതൽ ആശ്വാസമാണ്. സംസ്ഥാനത്ത് വിക്ടേഴ്സ് ചാനൽ വഴിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത്. ഓരോ വിഷയത്തിനും അരമണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസുകൾ ഉണ്ടാവുക. സംപ്രേഷണ സമയത്ത് ക്ലാസ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃസംപ്രേഷണ സമയത്തോ വെബ്സൈറ്റിലൂടെയോ യൂട്യൂബ് ചാനലിലൂടെയോ കാണാം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഫസ്റ്റ് ബെൽ എന്ന പേരിലാണ് കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചത്. വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്ന പാഠഭാഗങ്ങളിൽ UP വിഭാഗം സയൻസ്, മാത്സ് ക്ലാസുകൾ ചിത്രീകരിക്കുന്നത് ജില്ലയിലാണ്. മലപ്പുറം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് SSKയുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ 13 അധ്യാപകരാണ് ക്ലാസുകൾ തയ്യാറാക്കുന്നത്. ക്ലാസ് മുറികൾ വീടുകളിലെത്തിക്കുന്നതിന് ടെക്നിക്കൽ സംവിധാനം ഒരുക്കുന്നത് കൈറ്റ് ആണ്. വിക്ടേഴ്സ് ചാനൽ വഴി പാഠഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് പുറമെ അധ്യാപകരും കുട്ടികളും നേരിട്ട് കാണും വിധം ഓൺലൈൻ ക്ലാസുകൾ സജ്ജീകരിക്കാനും തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. പ്രവേശനോത്സവത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ജില്ലയിൽ പാഠപുസ്തക വിതരണം പുരോഗമിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് രക്ഷിതാക്കളെത്തിയാണ് പുസ്തകങ്ങൾ വാങ്ങുന്നത്. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ വർഷത്തിന് സമാനമായി സമയബന്ധിതമായി തന്നെയാണ് ഈ അധ്യയന വർഷവും പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നത്. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള മുഖ്യമന്ത്രിയുടെ സന്ദേശമടങ്ങിയ കാർഡുകളും എത്തിയിട്ടുണ്ട്. പറവണ GMP സ്കൂളിൽ രാവിലെ 10:30 പുസ്തക വിതരണം ആരംഭിച്ചിരുന്നു. ഓരോ ക്ലാസ്സിലെയും അധ്യാപകരാണ് പുസ്തകം വിതരണം ചെയ്യുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് രക്ഷിതാക്കൾ എത്തിയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. ക്വാറന്റൈനിലുള്ള വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ പുസ്തകം എത്തിച്ചു നൽകാൻ PTAയും രംഗത്തുണ്ട്. ബ്ലാക്ക് ഫംഗസ് ബാധിച്ച തിരൂർ മുത്തൂർ സ്വദേശിക്ക് അബുദാബിയിലെയും നാട്ടിലുമുള്ള KMCC വാട്സാപ്പ് കൂട്ടായ്മയുടെ കൈത്താങ്ങ്. കൂട്ടായ്മ പിരിച്ചെടുത്ത തുക കുറുക്കോളി മൊയ്തീൻ MLA കൈമാറി. അബുദാബിയിലും നാട്ടിലുമുള്ള KMCC പ്രവർത്തകരുടെ വാട്സാപ്പ് കൂട്ടായ്മയായ അബുദാബി ഫ്രണ്ട്സ് ഓഫ് KMCC ഇൻ കേരളയുടെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത 1,52,000 രൂപയാണ് ബ്ലാക്ക് ഫംഗസ് ബാധിച്ച തിരൂർ മുത്തൂർ സ്വദേശിക്ക് നൽകിയത്. തുക കുറുക്കോളി മൊയ്തീൻ MLAയിൽ നിന്നും തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇബ്രാഹിം ഹാജിയും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ നസീമയും ചേർന്ന് ഏറ്റുവാങ്ങി. വളരെ പുണ്യമുള്ള ഒരു ക്രിയ നടന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രവാസികളായ സുഹൃത്തുക്കൾ തളർന്ന ഏത് പ്രദേശത്തും
അവരെ ആശ്വസിപ്പിക്കുവാൻ, കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇത്രയേറെ മഹത്തായ ഇടപെടലുകൾ നടത്തിയ ഒരു സംഘടന നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാവില്ല. ഇവിടെ ഇതാ ഏഴൂരിൽ ദൗർഭാഗ്യവശാൽ ബ്ലാക്ക് ഫംഗസ് ബാധയെ തുടർന്ന് ഒരു കണ്ണ് നീക്കം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആ കുടുംബത്തിനൊരു താങ്ങാകാൻ പ്രവാസി സുഹൃത്തുക്കൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു ഫോൺ സന്ദേശത്തിലൂടെ വാട്സപ്പിൽ നൽകിയ ഒരു ശബ്ദ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് സ്വരൂപിച്ച് കിട്ടിയ 1,52,000 വരുന്ന രൂപ ഇന്ന് ഇവിടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമയുടെയും മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഇബ്രാഹിം ഹാജിയുടെയും കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി യൂത്ത് ലീഗ് തിരൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി റിയാസ് കെ, മുനിസിപ്പൽ ലീഗ് സെക്രട്ടറി AK സീതാലിക്കുട്ടി, മുനിസിപ്പൽ സെക്രട്ടറി PV സമത, നഗരസഭാ കൗൺസിലർ KP അബ്ദുള്ളക്കുട്ടി, കക്കുഴിയിൽ ബഷീർ, കരീം ഐനിയാട്ട, KMCC നേതാക്കളായ കീടത്തിൽ ഷാഫി ഹാജി, മുസ്തഫ തങ്ങൾ, T അബ്ദുൽ വഹാബ്, കണ്ടാത്ത് മുഹമ്മദ് കുട്ടി, റഷീദ് കല്ലിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ 7ാം വാർഷികത്തിന്റെ ഭാഗമായി BJP ചെറിയമുണ്ടം പഞ്ചായത്ത് കമ്മിറ്റി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് PP കിറ്റും പൾസ് ഓക്സിമീറ്ററും നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ 7ാം വാർഷികത്തിന്റെ ഭാഗമായാണ് BJP ചെറിയമുണ്ടം പഞ്ചായത്ത് കമ്മിറ്റി പറപ്പൂത്തടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് PP കിറ്റും പൾസ് ഓക്സിമീറ്ററും നൽകിയത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് N അനിൽകുമാർ ഡോക്ടർ സജിലേക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ഭാരവാഹികളായ K ജയരാജൻ, K ഗോപാലകൃഷ്ണൻ, VK വിജേഷ്, ജോബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. NDA ഗവൺമെന്റിന്റെ 7ാം വാർഷികം ആഘോഷിക്കുന്ന നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ 1,00,000 ഗ്രാമങ്ങളിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയുടെ ആരോഗ്യരംഗത്തെ പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ SDPI ഡിമാൻഡ് ആചരിച്ചു. തിരുവമണ്ഡലം തല സമരപരിപാടി ജില്ലാ കമ്മിറ്റി അംഗം റഹീസ് പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു. ജനസംഖ്യാനുപാതികമായി ജില്ലയ്ക്ക് വാക്സിൻ അനുവദിക്കുക, കോവിഡ് നിയന്ത്രണത്തിനായി 3 സോണുകളായി തിരിച്ച 3 സബ് കളക്ടർമാർക്ക് ചുമതല നൽകുക, എല്ലാ പഞ്ചായത്തുകളിലും ആവശ്യത്തിന് വാക്സിനേഷൻ സെന്ററുകൾ അനുവദിക്കുക, ജില്ലയിൽ പ്രതിദിനം 25,000 ആന്റിജൻ ടെസ്റ്റുകൾ ഗ്രാമപഞ്ചായത്തുകൾ വഴി നടത്തുക, ജില്ലയ്ക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ, ആശുപത്രികൾ, സ്റ്റാഫുകൾ അനുവദിക്കുക, മഞ്ചേരി മെഡിക്കൽ കോളേജിനെ പൂർണ്ണാർത്ഥത്തിൽ സജ്ജമാക്കി നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SDPI സമരഭവനങ്ങൾ തീർത്തത്. തിരുവമണ്ഡലം സമരപരിപാടി ജില്ലാ കമ്മിറ്റി അംഗം റഹീസ് പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഷാഫി സബ്ക, CP മുഹമ്മദ് അലി, നജീബ് തിരൂർ, അംസാൻ നാര, മുനീർ വൈലത്തൂർ, മൻസൂർ മാസ്റ്റർ, ഇബ്രാഹിം പുത്തുത്തോട്ടിൽ, സലാം നിറമർദൂർ, മൊയ്തുട്ടി തലക്കടത്തൂർ, അബ്ദുൽ സലാം വൈലത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ പ്രധാന ഏജന്റുമാരായ 3 യുവാക്കളെ താനൂർ DYSP MY ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. വാട്സാപ്പ്, ടെലഗ്രാം എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഇടപാടുകൾ നടത്തുന്നത്. കൂടുതൽ ആളുകൾ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. പിടികൂടിയ മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടപാടുകൾ മുഴുവൻ UAE കേന്ദ്രീകരിച്ചാണ്. വിദേശത്തേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുകയും വിദേശത്തുള്ള ആവശ്യക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര റാക്കറ്റിലെ 3 കണ്ണികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. UAE കേന്ദ്രീകരിച്ചാണ് റാക്കറ്റിന്റെ മുഴുവൻ ഇടപാടുകളും നടക്കുന്നത്. വിദേശത്തുള്ള ആവശ്യക്കാർക്ക് ലഹരിമരുന്ന് എത്തിച്ചു കൊടുക്കുകയും ഇടപാടുകാരുമായി ബന്ധപ്പെടുന്നതും വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങിയ മെസഞ്ചർ ആപ്ലിക്കേഷനുകൾ വഴിയാണ്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഓരോ പ്രാവശ്യവും നടക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് 3 പ്രതികളെയും പിടികൂടിയത്. തിരൂർ മീനടത്തൂർ ചെമ്പ്ര സ്വദേശി തൊട്ടിയിൽ വീട്ടിൽ മുഹമ്മദ് അജ്മൽ, മാറഞ്ചേരി പെരുമ്പടപ്പ് സ്വദേശി മുല്ലക്കാട്ട് വീട്ടിൽ ഷുക്കൂർ, കോഴിക്കോട് എലത്തൂർ സ്വദേശി പട്ടിക്കലക്കണ്ടി വീട്ടിൽ ഒമർ ഹാറൂൺ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടികൂടിയ 8-അംഗ സംഘത്തെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. അക്കൗണ്ട് നമ്പറിൽ പണം നിക്ഷേപിച്ചാൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് സംഘത്തിന്റെ രീതി. ആവശ്യക്കാർ അവിടെ ചെന്ന് എടുക്കേണ്ടി വരും. ആവശ്യക്കാരോ ഏജന്റുമാരോ തമ്മിൽ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ലെന്നതാണ് ഇതിന്റെ വസ്തുത. UAE ഒരാൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് ഇവരുടെ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്യും. ആ ഏജൻറ്റ് ഈ ആവശ്യക്കാരൻ്റെ വോയിസ് മെസ്സേജ് ഇവരിൽ ഒരാളുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് ക്ലിപ്പ് വിടും. ഈ കിട്ടുന്ന ഒന്നുകിൽ ഇത് കിട്ടുന്നത് അജ്മലിനായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഹാറൂണിനായിരിക്കും. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഈ കിട്ടുന്ന മെസ്സേജ് ഷുക്കൂറിന് വാട്സപ്പിലൂടെ വിടും. ഷുക്കൂർ ഈ മെസ്സേജ് വിദേശത്തുള്ള ഇതിൻ്റെ വിതരണക്കാരനെ വിടും, ദുബായിലുള്ള വിതരണക്കാരന് വിടും.
വിതരണക്കാരൻ അവൻ്റെ ബോസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ സാധനം അവൈലബിൾ ആണോ, അതിൻ്റെ റേറ്റ് എത്രയാണ് എന്ന വിവരങ്ങൾ വോയിസ് ക്ലിപ്പിലൂടെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഷുക്കൂറിന് വിടും. ഷുക്കൂർ ഇതേ ചാനലിലൂടെ ആവശ്യക്കാരനെ ഇതറിയിക്കും. ആവശ്യക്കാരൻ ഓക്കെ പറഞ്ഞാൽ ഒരു അക്കൗണ്ട് നമ്പർ വിദേശത്തുള്ള ഇവരുടെ ഏജൻറ്റ് ഇവരെ അറിയിക്കും. ആ അക്കൗണ്ട് നമ്പറിലേക്ക് പണം ക്രെഡിറ്റ് ആവുന്നതിൻ്റെ സ്ലിപ്പുണ്ടല്ലോ, ആ സ്ലിപ്പ് ഇവർ വാട്സപ്പിൽ എഴുതി ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. ആ വാട്സപ്പിൻ്റെ ഫോട്ടോ ഇതിൻ്റെ ഉടമ ബോസ് ഗൾഫിൽ നിൽക്കുന്ന UAE നിൽക്കുന്ന ആളിന് കിട്ടിക്കഴിയുമ്പോഴേക്കും അയാൾ വേറൊരു ഫോട്ടോ ഇതേ ചാനലിലൂടെ ഈ ആവശ്യക്കാരനെത്തിക്കും. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഇവരുടെ മൊബൈലിൽ നമുക്ക് കിട്ടിയതാണ്. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ദുബായിലെ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു ബസ്സിൻ്റെ നമ്പറാണിത്. ആ ബസ്സിൻ്റെ ചുവട്ടിൽ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് മയക്കുമരുന്ന്. ചിലി സ്വദേശിനിയായ ഒരു യുവതിയും ലബനീസ് സ്വദേശിയായ ഒരു പുരുഷനും UAE പൗരനും സംഘത്തിൽ കണ്ണികളാണ്. സംഘത്തിന്റെ പ്രധാന ഏജന്റും കണ്ണിയും UAE-യിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. വിദേശത്താണ് ഇടപാടുകളെല്ലാം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാട്ടിലെ കുറ്റകൃത്യമല്ലാത്തതിനാൽ ഇവിടുത്തെ പോലീസ് പിടിക്കില്ല എന്നുമുള്ള ധൈര്യമാണ് 3 യുവാക്കളെയും മയക്കുമരുന്ന് വ്യാപാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിൻ്റെ ബോസും വിതരണക്കാരനും ആവശ്യക്കാരനും UAE-യിലായിരിക്കും. ഇവരെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിൽ നിന്ന് ഇവരായിരിക്കും. അപ്പോൾ 2 രാജ്യങ്ങളുടെ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ബിസിനസ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിൽ ചിലി സ്വദേശിയായ ഒരു ലേഡിയുണ്ട്, അഫ്ഗാൻ പൗരനുണ്ട്, ഒരു ലെബനീസ് പൗരനുണ്ട്, ഒരു നേപ്പാളി പൗരനുണ്ട്, ഇവരുണ്ട്, ദുബായിലുള്ള ഒരു ലെബനൻകാരനുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഘം കേരളത്തിൽ പോലീസിൻ്റെ പിടിയിലാവുന്നത് ആദ്യമായിട്ടാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം. ഇവർ കണക്കാക്കുന്നത് വിദേശത്താണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, അതുകൊണ്ട് ഇത് നാട്ടിൽ കുറ്റകൃത്യമല്ല, ഇവിടുത്തെ പോലീസ് പിടിക്കില്ല, ഇവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് പോലീസിനും എക്സൈസിനൊന്നും അവരെ പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ കണക്കൂട്ടൽ. അങ്ങനെയല്ല, ഈ ബിസിനസ്സിന് പ്രോത്സാഹിപ്പിക്കുന്നത്, കഞ്ചാവ് മയക്കുമരുന്നിൻ്റെ ബിസിനസ്സിന് പ്രോത്സാഹിപ്പിക്കുന്നതും പണം മുടക്കുന്നതും അതിന് ബാക്കി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എല്ലാം NDPS ആക്ട് അനുസരിച്ച് കുറ്റകൃത്യമാണ്. ഇവരെ ഇപ്പോൾ അത് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളിൽ ഒരാളുടെ കയ്യിൽ നിന്നും 3 ഗ്രാം MDMA-യും കണ്ടെടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്നും അജ്മാൻ, ദുബായ്, കറാമ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ലഹരിമരുന്ന് കച്ചവടം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും 1 കിലോയോളം MDMA കയറ്റി അയച്ചതായി പറയപ്പെടുന്നു. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും വാഹന പാർക്കിംഗ് സ്ഥലങ്ങളിലും കല്ലിനടിയിലും ഒളിപ്പിച്ചു വെച്ചാണ് കച്ചവടം. താനൂർ DYSP MI ഷാജി, SI വാരിജാക്ഷൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ്, CPO-മാരായ ജിനേഷ്, അഖിൽ രാജ്, പ്രകാശൻ, വിനീഷ്, മുസ്തഫ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ലക്ഷദ്വീപിനെ രക്ഷിക്കുക എന്ന പ്രമേയമുയർത്തി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തിരുനാവായിൽ പ്രതിഷേധ സംഗമം നടന്നു. സംഗമം മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ജനവിരുദ്ധ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായി തിരുനാവായിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിലെ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. പുതുതായി വന്നിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപ് ജനതയ്ക്കെതിരെയുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ലക്ഷദ്വീപിലെ ജനങ്ങളെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. വളരെ നിഷ്കളങ്കരായ ഒരു ജനസമൂഹം ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു കേസ് പോലും അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത സ്ഥലത്താണ് അദ്ദേഹം ഗുണ്ട ആക്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സമുദ്രത്തോട് ഏറ്റവും അടുത്ത് താമസിക്കുകയും മത്സ്യബന്ധനം ഉപജീവന മാർഗമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡുകളെല്ലാം തീരദേശ നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പൊളിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. നൌഷാദ് തിരുത്തി, റസാഖ് മുണ്ടിക്കാട, VP കബീർ, താജുദ്ദീൻ പലാർ, P കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമപാലകർക്ക് ആശ്വാസം പകർന്ന സാന്ത്വനം വാളണ്ടിയർമാർ. വിവിധ സ്ഥലങ്ങളിൽ ഡ്യൂട്ടിയിലേർപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമാണ് ദിവസവും SYS സാന്ത്വനം വാളണ്ടിയർമാർ ചായയും പലഹാരവും വിതരണം ചെയ്യുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നിയമപാലകർക്ക് ചായയും പലഹാരങ്ങളും എത്തിച്ച് SYS തിരൂർ സോൺ സാന്ത്വനം വളണ്ടിയർമാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ പയ്യനങ്ങാടി, തിരൂർ, താഴെപ്പാലം, മുച്ചിക്കൽ, BP-അങ്ങാടി, ആലത്തിയൂർ, മംഗലം, കാവിലക്കാട് തുടങ്ങിയ തിരൂർ സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഡ്യൂട്ടിയിലേർപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ചായയും പലഹാരവും നൽകിയത്. കൂടാതെ ബസ് സ്റ്റാൻഡ് പരിസരത്തെ അന്തേവാസികൾ, ഡ്രൈവർമാർ, മാധ്യമപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കും നൽകി. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടയിലും നിത്യരോഗികൾക്ക് ജീവൻ രക്ഷാ മരുന്നുമായി കർമ്മരംഗത്ത് സജീവമാണ് SYS സാന്ത്വനം. തിരു സാന്ത്വനത്തിന്റെ നിസ്വാർത്ഥ സേവനങ്ങളെ തിരു SI അഭിനന്ദിച്ചു. വരും ദിവസങ്ങളിലും ഇത് തുടരും.
ഇപ്പോൾ ലോക്ക്ഡൗണോടനുബന്ധിച്ചിട്ട് പിന്നെ ജനങ്ങളും സ്ഥാപനങ്ങളൊക്കെ നല്ല സഹകരണമാണ്. ഭക്ഷണം നാട്ടുകാരായിട്ടും സന്നദ്ധ സംഘടനകളും മറ്റ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഭക്ഷണ സാമഗ്രികളെല്ലാം ഉണ്ടെന്ന് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ജനങ്ങൾ നല്ല സഹകരണമാണ്. സർക്കാരിൻ്റെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളും ഇതിൻ്റെ എല്ലാം സഹകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിത് നല്ല വിജയകരമായിട്ട് നടപ്പാക്കാൻ പറ്റുന്നുണ്ട്. സർക്കാരിൻ്റെ അവരെ എല്ലാ സന്നദ്ധ സംഘടനകളും അവർ 2-3 പ്രാവശ്യമായിട്ട് 2 ടേണായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു ടീം, ഉച്ചൻ്റെ ശേഷം രാത്രി 9 മണി വരെ ഒരു ടീമായിട്ട് ഉണ്ട്, ബാച്ചായിട്ടാണ്. നിലവിലിപ്പോൾ കൊടുക്കൽ തുടങ്ങിയത് ഈ കഴിഞ്ഞ ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ കടന്നൊരു 22-ാം തീയതി മുതൽ ഞങ്ങൾ ഈ സേവന രംഗത്തുണ്ട്. നിലവിൽ ചായം പലഹാരമാണ് വൈകിട്ട് കൊടുക്കാൻ തുടങ്ങിയതെങ്കിൽ തന്നെ അതിനുശേഷം രാവിലത്തെ നാസ്തയും അതുപോലെ തന്നെ നമ്മുടെ ഈ സോണിൻ്റെ പരിധിയിലുള്ള ഓരോ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് തന്നെ എല്ലായിടത്തും എല്ലാ പ്രവർത്തകരും ഈ മേഖലയിലേക്ക് ഇറങ്ങി, പ്രത്യേകിച്ച് സാന്ത്വനം വളണ്ടിയേഴ്സ് അവരാണ് ഈ രംഗത്ത് തുടങ്ങി അവർക്കുള്ള ചായം പലഹാരവും രാവിലത്തെ നാസ്തയും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരൂർ സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ കേന്ദ്രങ്ങളിലേക്കും രാവിലെയും വൈകിട്ടായിട്ട് ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രഫുൽ പട്ടേലിനെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി വീടുകൾ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം തല ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി നിർവഹിച്ചു. ലക്ഷദ്വീപിലെ 99% വരുന്ന മുസ്ലിം സമൂഹത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് സംഘപരിവാർ ഭരണകൂടം അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച പ്രഫുൽ പട്ടേലിനെ പിൻവലിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ആവശ്യപ്പെട്ടു. സംഘപരിവാർ സർക്കാരിന്റെ വംശീയ അജണ്ടയ്ക്കെതിരെ ലക്ഷദ്വീപ് നിവാസികൾക്കൊപ്പം എന്ന പ്രമേയത്തിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടികളുടെ മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം നേതാക്കളടക്കം 100 കണക്കിന് കുടുംബങ്ങൾ പ്രക്ഷോഭത്തിൽ പങ്കാളികളായി. മണ്ഡലം പ്രസിഡന്റ് റഷീദ് രണ്ടത്താണി, സെക്രട്ടറി അഡ്വക്കേറ്റ് സഹീർ കോട്ട, മജീദ് മാടമ്പാട്ട്, മോഹൻദാസ് തലക്കാട്, അനീഫ് പൂക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. കോവിഡ്-19 രണ്ടാം ഘട്ട വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ് രജിസ്റ്റർ ചെയ്യാൻ ലോക്ഡൌൺ കാലഘട്ടത്തിൽ മാർഗങ്ങളില്ലാതെ വലയുമ്പോഴാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സഹായവുമായി രംഗത്തെത്തിയത്. തിരൂർ പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലുള്ള 52 സബ് പോസ്റ്റ് ഓഫീസുകളിലും കൂടാതെ തിരൂർ പൊന്നാനി ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും പൊതുജനങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് വാക്സിൻ രജിസ്ട്രേഷനും അപ്പോയിന്റ്മെന്റും തികച്ചും സൗജന്യമായി ചെയ്തു നൽകും. സേവാഭാരതി കേപ്പുരം താമരക്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അണുനശീകരണ യജ്ഞം നടത്തി. താന്നാളൂർ ഗ്രാമപഞ്ചായത്ത് 22, 23 വാർഡുകളിലാണ് സേവാഭാരതി പ്രവർത്തകർ അണുനശീകരണം നടത്തിയത്. സിമം ക്ലിനിക്, അംഗൻവാടി, വായനശാല, ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും 50ഓളം വീടുകളിലുമാണ് അണുനശീകരണം നടത്തിയത്. സേവാഭാരതി പ്രവർത്തകരായ രമേശ്, ഉണ്ണിക്കുട്ടൻ, രാജേന്ദ്രൻ, സനൂപ്, ദനീഷ് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് കാലത്ത് കാരുണ്യസ്പർശമായി മുസ്ലിം ലീഗ് വാക്കാട് ശാഖാ കമ്മിറ്റി മുഴുവൻ വീടുകളിലും ചക്ക വിതരണം ചെയ്തു. ലോക്ഡൌൺ മൂലം പ്രയാസം അനുഭവിക്കുന്ന തീരദേശത്തെ വെട്ടം പഞ്ചായത്ത് 17-ാം വാർഡ് വാക്കാടിലെ ഇത്തവണ മുഴുവൻ വീടുകളിലേക്കും ചക്ക സൗജന്യമായി വിതരണം ചെയ്തു. കാടാമ്പുഴ CH സെന്ററുമായി സഹകരിച്ചാണ് വിതരണം നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിലാണ് കപ്പ വിതരണം സംഘടിപ്പിച്ചിരുന്നത്. കളരിക്കൽ ജലീൽ, സിദ്ദീഖ് വാക്കാട്, അഷ്കർ നെല്ലാഞ്ചേരി, ഇസ്മായിൽ, കരീം, ഹമീദ്, ഇബ്രാഹിംകുട്ടി, റഷീദ്, ഷറഫു, സബാ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങൾ മാറാക്കര പഞ്ചായത്ത് CH സെന്ററിൻ്റെ ഈ ലോക്ക്ഡൗൺ കാലത്തെ ആതുര സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മളുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലും ഞങ്ങളുടെ പഞ്ചായത്തിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളിൽ ഒന്നായി ഞങ്ങൾ ഇപ്പോൾ വെട്ടം പഞ്ചായത്തിലെ വാക്കാട് 17-ാം വാർഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഇവിടെ നമ്മൾ കുറച്ച് ചക്കയും കപ്പയുമായി വന്നതാണ്. നമ്മുടെ പ്രദേശത്ത് ഈ ലോക്ക്ഡൗൺ കാരണം ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ ഈ പ്രയാസങ്ങൾ അകറ്റുന്നതിന് നമ്മളാലാവുന്ന ഒരു ചെറിയ സഹായമാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ 2 നിസാനിൽ നിറയെ ചക്കയും അതുപോലെ തന്നെ 2 ടൺ കപ്പയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വീട് പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. താനൂർ കളരിപ്പടിക്ക് കിഴക്ക് വശം രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഏകദേശം 1 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഡിവിഷൻ കൗൺസിലർ ദേവിക്ക് പറഞ്ഞു. താനൂർ മുനിസിപ്പാലിറ്റിയിൽ 8-ാം ഡിവിഷനിൽ പുതുപ്പറമ്പിൽ പ്രസാദിന്റെ വീടാണ് തകർന്നു വീണത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം. വലിയ ശബ്ദം കേട്ട ഉടനെ വീട്ടിലുണ്ടായിരുന്ന മകൻ ആദിൽ, ഭാര്യ ഷൈമ എന്നിവർ പുറത്തേക്ക് ഓടിയത് കാരണം വലിയ ദുരന്തമാണ് ഒഴിവായത്.
വീട്ടുപകരണങ്ങളെല്ലാം തകർന്നു. ആകെയുണ്ടായിരുന്ന ജീവസമ്പാദ്യമായ വീട് പൂർണ്ണമായും തകർന്നതോടെ നിർധരായ കുടുംബം വലിയ ദുരിതത്തിലാണ്. കാരണം ഇത് മഴ പെയ്യുമ്പോൾ ഇപ്പൊ ചെറിയ കല്ലുകൾ ഇങ്ങനെ വീഴുകയാണ് ചെയ്യണത്. ശക്തിയുള്ള മഴ വരുമ്പോൾ ചെറിയ പൊട്ടായിട്ട് ഇങ്ങനെ വീഴും. അപ്പൊ ഇപ്പം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ മഴ പെയ്ത അവിടെ നിന്ന് വെള്ളത്തിനൊരു കിഞ്ചിലാണ്. ഇവിടെ തൽക്കാലം ഒരു പറയും മഴ ചെയ്താലും മാറിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മാറിയിരുന്നു. അതിന് കാര്യമില്ല. നമുക്ക് എന്നും ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇപ്രാവശ്യം മണ്ണിടിഞ്ഞപ്പോൾ ഞങ്ങള് മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് ഒരു വന്ന് നോക്കിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. പിന്നെ ഇത്രയും നമുക്ക് ഒരു പാകമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് വീടെടുത്തത്. വേറെ നിവൃത്തിന് മുമ്പ് വേറെ എവിടെ നിൽക്കുക. പക്ഷെ ഒന്നിനും നിവൃത്തിയില്ല. ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തമില്ലാണ്ട് ഇപ്പം നിൽക്കുന്നത്. മറ്റൊരു ദുരന്തം കൂടി മുന്നിൽ കണ്ടാണ് ഈ പ്രദേശത്തുകാർ കഴിയുന്നത്. കാരാക്കുളം എന്ന മണ്ണെടുത്ത ഈ പ്രദേശത്ത് വീടിനേക്കാൾ ഉയരത്തിൽ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മൺകുന്നും മരങ്ങളും ഏത് നിമിഷവും നിലംപൊത്തുമെന്ന നിലയിലാണ്. ഇങ്ങനെ സംഭവിച്ചാൽ വീടുകൾ നാമാവശേഷമാകും. ഓരോ മഴയിലും കാറ്റിലും സംഭവിക്കാവുന്ന ദുരിതത്തെ ഭയന്ന മക്കളെയും ചേർത്ത് തീരുന്നുകയാണ് ഇവിടുത്തെ വീട്ടുകാർ. കഴിഞ്ഞ മഴയിൽ പ്രസാദിന്റെ വീട്ടിലെ കിണറും ഇടിഞ്ഞു വീണിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ച് പലതവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ഒക്കെ ചെയ്തിട്ടുണ്ട്, പറയാള് പറഞ്ഞിട്ടുണ്ട്, അന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞു. ഇന്നലെയും മെമ്പറെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെമ്പർ പറഞ്ഞാൽ ശരി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചതാണ്. അത് കഴിഞ്ഞ് ഇത് പെട്ടെന്നാണ് അടുക്കളയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോഴാണ് ഒന്നാകെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ എല്ലാത്തിനും നാശനഷ്ടങ്ങളാണ്. കറണ്ടിന്റെ അടുപ്പ്, മിക്സി, സ്റ്റൂള്, കസേര, മേശ, പാത്രങ്ങളൊക്കെയും. നമ്മുടെ അടുത്ത് അപകടം സംഭവിച്ച വീട്ടിന്റെ അടുത്താണ് ഞാനും ഇന്ത്യ മല ഇവിടെ ഇങ്ങനെ കുറെ കല്ല് വെച്ച കല്ലിങ്ങനെ പൊടിച്ചിട്ടുണ്ട്. കുറച്ച് താഴ്ചയിൽ കല്ല് പൊളിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അപകട ഭീഷണിയിലാണ്. കുട്ടികളും ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന് ഭരണാധികാരികൾ എന്തെങ്കിലും അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തു തരണം. വളരെ താഴ്മതയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി വീട് സന്ദർശിച്ച ഡിവിഷൻ കൗൺസിലർ ദേവിക പറഞ്ഞു. സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൗൺസിലർ കൂട്ടിച്ചേർത്തു. ഞാനിപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥകൾ കണ്ടപ്പോൾ വളരെ മോശം എന്നുള്ളത് മനസ്സിലായി. ഇത് വല്ലാത്തൊരു അപകട മേഖലയാണ്. അപ്പോൾ വളരെ പാവപ്പെട്ടവരാണ്. ഈ കൊറോണയുടെ സാഹചര്യത്തിൽ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു കുടുംബമാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പറ്റിയ നഷ്ടം 1 ലക്ഷത്തിൽ കൂടുതലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് സഹായമാണോ ചെയ്യാൻ പറ്റുന്നത് അത് എത്ര വേഗം ഇതിനുള്ള നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാമാരിയിൽ യുവതയുടെ കൈത്താങ്ങ് KPSTയും മണലിപ്പുഴ യൂത്ത് കോൺഗ്രസും സംയുക്തമായി 200-ലധികം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജു കെ ഉദ്ഘാടനം ചെയ്തു. ഒഴൂർ പഞ്ചായത്ത് മണലിപ്പുഴ പ്രദേശത്തെ KPSTയും മണലിപ്പുഴ യൂത്ത് കോൺഗ്രസും സംയുക്തമായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രദേശത്തെ 200-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. KPST സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജു കെ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രളയകാലം മുതൽ ഈ അടുത്ത കാലങ്ങളിൽ 3-4 വർഷമായി പ്രത്യേക ശ്രദ്ധ നേടിക്കൊണ്ട് കേരള യൂത്ത് കോൺഗ്രസ് അവരുടെ സന്നദ്ധ സേവന വിഭാഗമായ യൂത്ത് കെയറിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അത്ഭുതത്തോടെ കാണുന്നവരാണ് ഞങ്ങൾ കേരളത്തിലെ KPSTയുടെ പ്രവർത്തകരെല്ലാം തന്നെ. കുറേ പ്രൈമറി സ്കൂളുകളിലെ ടീച്ചർമാരുണ്ട്. നമ്മുടെ സംഘടനയിലെ അംഗങ്ങളാണ്. 14 മാസമായി ശമ്പളമില്ല. വളരെ ദയനീയാവസ്ഥ അവരുടെ. ഓരോരുത്തർക്കും ഒരു 2000 രൂപയെങ്കിലും വീതം ഒരു ആശ്വാസം കൊടുക്കുക. അങ്ങനെ 50-ൽ പരം പേർക്ക് ഞങ്ങൾക്കിപ്പോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും ലക്ഷ്യം കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. 5 ലക്ഷം രൂപയുടെ ഫണ്ട് താനൂർ സബ് ജില്ലയിലെ നമ്മുടെ സംഘടനയിലെ അംഗങ്ങളിൽ നിന്ന് ശേഖരിക്കുക. 3 ദിവസം കൊണ്ടാണ് ഞങ്ങളത് പൂർത്തീകരിച്ചത്. വെറും 3 ദിവസം. എല്ലാം വാട്സപ്പ് വഴിയാണ്. ഈ ഷറഫുദ്ദീൻ മാഷ്, ഈ ജിനേഷ് മാഷും ഒക്കെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ഫണ്ടിൻ്റെ കളക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഫോണുമായിട്ട് രാവിലെ ഇരുന്ന് 3 ദിവസം വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഫുൾ ടൈം ഫോണിലിരുന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് 3 ദിവസം കൊണ്ട് ക്യാഷ് കംപ്ലീറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ 4 ദിവസം സാധനം ആലപ്പുഴയിൽ നിന്ന് വരുത്തി ഇന്നലെയും മിനിയാന്ന് കിട്ടി. എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി വിതരണം ചെയ്തു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷാജി ബച്ചേരി അധ്യക്ഷനായിരുന്നു. ഈ ഒരു പഞ്ചായത്തിനകത്ത് 7-ാം വാർഡിൽ ഈ പ്രദേശത്തെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ അടങ്ങുന്ന കിറ്റ് എത്തിച്ചു കൊടുക്കുന്നതിന് സഹായമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വളണ്ടിയർമാരായിട്ടുള്ള യൂത്ത് കെയറിൻ്റെ വിഭാഗത്തിന് KPSTയെ താനൂർ ഉപജില്ല അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഫോഗ് മെഷീന് വിതരണം ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.
വിദ്യാഭ്യാസ ഉപജില്ലാ സെക്രട്ടറി ജിനേഷ്, തിരുവങ്ങാടി ഉപജില്ലാ സെക്രട്ടറി ഷറഫുദ്ദീൻ CP, അബൂബക്കർ കൊല്ലാഞ്ചേരി, ഹുസൈൻ പെരുവാൻതൊടി, ഷക്കീല ചിറ്റമ്പലം, കൃഷ്ണൻ കണിയേരി, ഷംസുദ്ദീൻ കണിയേരി, അനീഷ് വലിയാട്ടിൽ, സുമേഷ് ഞാറക്കടവത്ത, അനിൽകുമാർ കള്ളിയാട്ട, വിഷ്ണു ഉപ്പിലത, മൊയ്തീൻ കുന്നത്തൊഴിൽ തുടങ്ങിയവർ പങ്കെടുത്തു. താനാളൂർ അരീക്കാട് DYFI യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കപ്പ വിതരണം ചെയ്തു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മുജീബ് ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. താനാളൂർ അരീക്കാട് DYFI യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കപ്പ വിതരണം ചെയ്തത്. പ്രദേശത്തെ 1000-ഓളം വീടുകളിലേക്കാണ് കപ്പ വിതരണം ചെയ്തത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മുജീബ് ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. DYFI അരീക്കാട് യൂണിറ്റ് സെക്രട്ടറി ബാബുവിന് കൈമാറിക്കൊണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. DYFI അരീക്കാട് യൂണിറ്റ് ഏകദേശം 1000-ഓളം വീടുകളിൽ കപ്പ കിറ്റ് എത്തിക്കുന്നതാണ്. താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ 9-10 വാർഡുകളിലെ 1000-ഓളം വീടുകളിലാണ് 2500 കിലോ കപ്പ. ഈ രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന്, കപ്പ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കുകയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് ഒരു ചെറിയ സഹായം കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന DYFI അരീക്കാട് യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. യൂണിറ്റ് പ്രസ് സെക്രട്ടറി ബാബു KP, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുഹൈൽ, ആദിൽ തുടങ്ങിയവർ സംസാരിച്ചു. കപ്പ ചാലഞ്ച് ഏറ്റെടുത്ത ചമരോട്ടം മോർണിംഗ് സ്റ്റാർ COVID-19-ന്റെയും ലോക്ക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ കപ്പ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിധിവരെ പരിഹാരം കാണുക ലക്ഷ്യത്തോടെയാണ് കപ്പ വിതരണം ചെയ്തത്. ചെമ്പ്രവട്ടം പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാറും തൃപ്രങ്ങോട് കൃഷിഭവനും സംയുക്തമായി നടത്തിയ കപ്പ ചാലഞ്ചിൽ 1500 കിലോഗ്രാം കപ്പ കൂട്ടായ്മയുടെ സബ്സിഡി സഹിതം നിർധനായർക്കും തൊഴിലാളികൾക്കും നാട്ടുകാർക്കും മിതമായ നിരക്കിൽ വിൽപ്പന നടത്തി. ലോക്ക്ഡൌൺ കാരണം ജോലിയില്ലാതെ അതിഥി തൊഴിലാളികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാനും കഴിഞ്ഞത് കർഷകർക്കും നാട്ടുകാർക്കും വലിയ സഹായമായി. വിതരണോദ്ഘാടനം പ്രസിഡന്റ് ഷംസു കുന്നത്ത് നിർവഹിച്ചു. KP ഷെരീഫ്, KT ഷറഫു, റഷീദ് ബാബു, മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് 2ാം തരംഗത്തിൽ ജില്ലാ പഞ്ചായത്തും ആലത്തൂർ ഹൈസ്കൂളും സംയുക്തമായി നടത്തിയ ഓക്സ് ചാലഞ്ചിൽ പങ്കാളികളായിരുന്നു. പട്ടണനടക്കാവ് കിത്മത്ത് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി തിരുനാവായിലെ RRT സേവകർക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ നൽകി. കിത്മത്ത് കോളേജ് ചെയർമാൻ MP മുഹമ്മദ് കോയ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബിക്ക് പ്രതിരോധ സാമഗ്രികൾ കൈമാറി. തിരുനാവായ പട്ടണനടക്കാവ് കിത്മത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി തിരുനാവായ പഞ്ചായത്തിലെ RRT സേവകർക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്തു. ഫേസ് ഷീൽഡ്, N90 മാസ്ക്, സാനിറ്റൈസർ എന്നിവ പഞ്ചായത്തിലെ മുഴുവൻ RRT വളണ്ടിയർമാർക്കും സാന്ത്വന സ്പർശം മൊബൈൽ ക്ലിനിക്കിലെ ജീവനക്കാർക്കുമുള്ള PP കിറ്റുമാണ് നൽകിയത്. കിത്മത്ത് കോളേജ് ചെയർമാൻ MP മുഹമ്മദ് കോയ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബിക്ക് പ്രതിരോധ സാമഗ്രികൾ കൈമാറി. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ട്. അവർക്ക് ആവശ്യമായ മരുന്നും അതുപോലുള്ള അവശ്യ വസ്തുക്കളുമൊക്കെ പഞ്ചായത്തിലെ അതാത് വാർഡുകളിലുള്ള RRT മെമ്പർമാരാണ് എത്തിച്ചു കൊടുക്കുന്നത്. അവർ വളരെ പ്രയാസം അനുഭവിച്ചാണ് അത്തരം ജോലി ചെയ്യുന്നത്. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ വെറും സേവനം എന്ന നിലക്ക് തന്നെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. വളരെ എല്ലാ പ്രദേശത്തും പോസിറ്റീവായിരിക്കുകയാണ്. പലപ്പോഴും വളരെ അപകടകരമായ ആ ഒരു ജോലി ചെയ്യുന്ന അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ മാസ്കും അതുപോലെ തന്നെ സാനിറ്റൈസർ പോലുള്ള പ്രതിരോധ സാധനങ്ങൾ കിതുമത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തിരുനാവായ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് നൌഷാദ് തിരുത്തി, തിരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TV റംഷീദ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മുസ്തഫ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V സീനത്ത് ജമാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ IV അബ്ദുള്ളക്കുട്ടി, ഹാരിസ് പറമ്പിൽ, തിരുനാവായ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുളക്കൽ മുഹമ്മദ് അലി, KSTU ജില്ലാ സെക്രട്ടറി ജലീൽ വൈരങ്കോട്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി B ജയശ്രീ, താജുദ്ദീൻ പല്ലാർ, റസാഖ് മുണ്ടിക്കാട്, VP കബീർ, കമറുദ്ദീൻ പറമ്പിൽ, ജമാൽ വെട്ടൻ എന്നിവർ പങ്കെടുത്തു. താനാളൂർ കേപ്പുരം വടക്കേ വീട്ടിൽ അപ്പുകുട്ടന്റെ ഭാര്യ ലീല നിര്യാതയായി. പുരോഗമന കലാസാഹിത്യ സംഘം താനൂർ ഏരിയ പ്രസിഡന്റ് VV സത്യാനന്ദൻ, ധർമാനന്ദൻ, ദയാകുമാരി എന്നിവർ മക്കളാണ്. നിറമതൂർ വള്ളിക്കാഞ്ഞിരം സ്വദേശി തേക്കിൽ അബ്ദുറഹ്മാൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. ബഹ്റൈനിൽ ബിസിനസ്സുകാരനാണ്. ഒരു മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ഉമ്മു മറിയ, ഹസീന എന്നിവർ ഭാര്യമാരാണ്. ഉബൈദ്, ഹഫീസ് റഹ്മാൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് 23,513 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. സംസ്ഥാനത്ത് അടച്ചുപൂട്ടൽ ഫലം കണ്ടു. തുടർച്ചയായി കുറഞ്ഞുവരുന്ന പ്രതിദിന രോഗികൾ. മരണസംഖ്യ ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു.
23,513 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.59%. മലപ്പുറത്തും DPR വൻതോതിൽ കുറഞ്ഞു. 3,990 പേർക്ക് രോഗം. DPR 12.34%. 4,289 പേർക്ക് രോഗമുക്തി. ലോക്ക്ഡൌൺ പിൻവലിക്കാൻ സമയമായില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ജൂൺ 9 വരെ നീട്ടി. DPR ഇനിയും കുറഞ്ഞാൽ മാത്രമേ അൺലോക്ക് ചെയ്യാനാകൂവെന്ന് മുഖ്യമന്ത്രി. ചില മേഖലകൾക്ക് ഇളവ് നൽകിയേക്കും. മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കി. ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ മാറ്റമില്ല. തിരൂരിലെ കോവിഡ് ബാധിതരുടെ ഡയാലിസിസ് പ്രതിസന്ധി തീരുന്നു. രോഗികൾക്കും തിരൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ സൗകര്യമൊരുക്കി MLAയും ആശുപത്രി അധികൃതരും. തിരൂർ ക്യാൻസർ സെന്ററിന്റെ പ്രവൃത്തി വേഗത്തിലാക്കുന്ന കാര്യം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും കുർക്കോളി മൊയ്തീൻ MLA. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടപാടുകൾ മുഴുവൻ UAE കേന്ദ്രീകരിച്ച ജില്ലയിൽ പിടിയിലായത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ 3 പ്രധാന കണ്ണികൾ. ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വീട് പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. താനൂർ കള്ളിപ്പടിക്ക് കിഴക്കുവശത്താണ് സംഭവം. ഇതോടൊരു വാർത്ത സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.